തലശ്ശേരി അതിരൂപതയ്ക്ക് പുതിയ ഇടയൻ. തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പായി മാർ ജോസഫ് പാംബ്ലാനി അഭിഷിക്തനായി. തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രൽ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കും ആഹ്ലാദാരവങ്ങൾക്കും ഇടയിലായിരുന്നു സ്ഥാനാരോഹണം. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയൂസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ വചന സന്ദേശം നൽകി. സ്ഥാനാരോഹണ ചടങ്ങുകൾ മുഴുവൻ വിശ്വാസികൾക്കും കാണുന്നതിനായി ഷെക്കേന ന്യൂസിൽ തത്സമയ സംപ്രേഷണം ഒരുക്കിയിരുന്നു. രാവിലെ 8:45 പ്രദക്ഷിണത്തോടെയാണ് മാർ ജോസഫ് പാംബ്ലാനി ആർച്ച് ബിഷപ്പായി അവരോധിക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മോൺസിഞ്ഞോർ ജോസഫ് ഒറ്റപ്ലാക്കൽ സ്വാഗത പ്രസംഗം നടത്തുകയും നിയുക്ത ആർച്ച് ബിഷപ്പിന്റെ നിയമനപത്രം അതിരൂപത PRO ഫാദർ തോമസ് തെങ്ങുംപള്ളി വായിക്കുകയും ചെയ്തു. ശേഷം നിയമനപത്രം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ ജോസഫ് പാംബ്ലാനിക്ക് കൈമാറി. തുടർന്ന് നടന്ന സങ്കീർത്തന പ്രാർത്ഥനയ്ക്ക് ശേഷം കർദിനാൾ നിയുക്ത ആർച്ച് ബിഷപ്പിന് മുടി ധരിപ്പിച്ചു. തുടർന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും സഹകാർമ്മികരായ മാർ ജോർജ് ഞരളക്കാട്ടും മാർ ജോർജ് വലിയമറ്റവും ചേർന്ന് നിയുക്ത ആർച്ച് ബിഷപ്പിന് അംശവടിയും കൈമാറി. അതിനുശേഷം മാർ ജോസഫ് പാംബ്ലാനിയെ കത്തീഡ്രൽ പീഠത്തിൽ ഇരുത്തി. ശേഷം ശുശ്രൂഷ ഏറ്റെടുത്ത ആർച്ച് ബിഷപ്പ് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായ പ്രാർത്ഥന നടത്തി. തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് അനുമോദനങ്ങൾ നേർന്നു. അതിരൂപതയിലെ ഫൊറോന വികാരിമാരും വൈദിക സന്യസ്ത പ്രതിനിധികളും മാർ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ കൈകൾ മുത്തി അവരുടെ ആദരവും വിധേയത്വവും പ്രകടമാക്കി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, തലശ്ശേരി അതിരൂപത എമിരിറ്റസ് ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ് വലിയമറ്റവും മാർ ജോർജ് ഞരളക്കാട്ടും സഹകാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ശമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇടയൻ സഹോദരരെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നുവെന്നും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പണിതുയർത്തൽ ഇടയന്റെ ധർമ്മമാണെന്നും സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാവ വചന സന്ദേശത്തിൽ പറഞ്ഞു. ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയെക്കുറിച്ച് സഹോദരന്മാരെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വാസ്തുശില്പകലയ്ക്കപ്പുറത്ത് കർത്താവിൻ്റെ തിരുച്ചോരയുടെ വില, അത് കൊടുത്തു വാങ്ങിയതാണ് തിരുസഭയെന്ന് സഹോദരന്മാരെ ആവർത്തിച്ച് പഠിപ്പിക്കേണ്ടുന്ന ഇടയധർമ്മം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പണിതുയർത്തൽ ഇടയൻ്റെ ധർമ്മമാണ്.
ചടങ്ങിൽ ഭാരതത്തിന്റെ അപ്പോസ്തലിക് നൂൻഷോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറില്ലി, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലകൽ, കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല, താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമജിയൂസ് ഇഞ്ചനാനിയൽ, ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ, മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം, മാണ്ഡ്യ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ ഇടേന്ദ്രത്ത്, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങി നിരവധി ബിഷപ്പുമാർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു. തലശ്ശേരി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും മന്ത്രിമാർ, എംഎൽഎമാർ, എംപിമാർ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും അഭിവന്യ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ കുടുംബാംഗങ്ങളും അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹവും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനാരോഹണ ചടങ്ങുകൾ മുഴുവൻ വിശ്വാസികൾക്കും കാണുന്നതിനായി ഷെക്യാന ന്യൂസിൽ തത്സമയ സംപ്രേക്ഷണവും ഒരുക്കിയിരുന്നു. ഷെക്യാന ന്യൂസ്, കണ്ണൂർ. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പ്രവാചക ധീരതയുടെ ഉത്തമ ഉദാഹരണമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മാർ ജോസഫ് പാംബ്ലാനിയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമുക്കത് പ്രതീക്ഷിക്കാമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് സ്വീകരണവും എമിരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരലക്കാട്ടിന് യാത്രയയപ്പും നൽകി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. ദൈവത്തോടും സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയോടുകൂടി ദൈവത്തിന്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവാചകധീരത്വം മാർ ജോസഫ് പാംബ്ലാനിയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും അതുണ്ടാകണമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് സ്വീകരണവും എമിരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ടിന് യാത്രയയപ്പും നൽകി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു കർദിനാളിന്റെ പ്രസ്താവനയുണ്ടായത്. ജോസഫ് പാംബ്ലാനി പിതാവ് പ്രവാചക ധീരതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തോടും സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയോടുകൂടി ദൈവത്തിൻ്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവാചക ധീരത്വം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവർത്തികളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതുണ്ടാവണം. അങ്ങനെ തലശ്ശേരി അതിരൂപത ഈ മലബാർ മേഖലയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു അതിരൂപതയായി ഇനിയും മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ആശംസകൾ നേരുന്നു. തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പായി സീറോ മലബാർ സിനഡ് തിരഞ്ഞെടുത്ത മാർ ജോസഫ് പാംബ്ലാനിയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി അതിരൂപതയുടേത് സമ്പന്നമായ വിശ്വാസ പൈതൃകമാണെന്നും അതിൽ നിന്നും ഏറെ പഠിക്കാനുണ്ടെന്നും കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. But more than physical growth of structures, it is the spiritual growth that is evident. The church has grown in height and width, stately and tall, a tribute to the excellent leadership, but also to the large number of dedicated clergy, so many here present, the abundance of vocational religious life, and that this area has witnessed. Building on the commitment, dedication, loyalty, generosity of a well-formed lay community. I do say, my dear Cardinal Alancheri and the Archbishops of Kerala, that your biggest strength in Kerala is a well-formed laity, dedicated, committed and generous. സഭയ്ക്കും സമൂഹത്തിനുമായി മാർ ജോർജ് ഞരളക്കാട്ട് ചെയ്ത സേവനത്തിന് പരിശുദ്ധ പിതാവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ച ഇന്ത്യയുടെ അപ്പോസ്തലിക് നൂൻഷോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറില്ലി തലശ്ശേരി അതിരൂപതയ്ക്ക് ദൈവം സമ്മാനിച്ച അനുഗ്രഹമാണ് മാർ ജോസഫ് പാംബ്ലാനിയെന്നും കൂട്ടിച്ചേർത്തു. മതതീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും നിലപാടുകൾ തുറന്നു പറയാനും അതിൽ ഉറച്ചുനിൽക്കാനും പിതാവിന് കഴിയട്ടെയെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഓർമ്മിപ്പിച്ചു. മലബാറിന്റെ ചരിത്രത്തിൽ തലശ്ശേരി അതിരൂപതയുടെ സ്ഥാനം വളരെ വലുതാണെന്നും മതമൈത്രി ഉണരേണ്ട കാലമാണിതെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും കൂട്ടിച്ചേർത്തു. സഭയ്ക്കും സമൂഹത്തിനും വളരെയേറെ പ്രതീക്ഷ പകരുന്ന പിതാവാണ് മാർ പാംബ്ലാനിയെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. തന്റെ ഇടയവഴിയിൽ താങ്ങായി തണലായി നിന്ന് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നുവെന്ന് മാർ ജോർജ് ഞരളക്കാട്ട് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു.
തന്റെ ഇടയദൗത്യത്തിന് ശക്തി പകർന്ന് പ്രാർത്ഥനാപൂർവ്വം അതിരൂപതാ കുടുംബം കൂടെയുണ്ടാവണമെന്നും ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും നന്ദിയർപ്പിക്കുന്നുവെന്നും മാർ ജോസഫ് പാംബ്ലാനി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് എം പി, ബിഷപ്പ് മാർ ലോറൻസ് മുക്കുഴി, സണ്ണി ജോസഫ് MLA, അതിരൂപതയിലെ വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭാരതസഭയിലെ അറിയപ്പെടുന്ന ബൈബിൾ ദൈവശാസ്ത്ര പണ്ഡിതരിൽ പ്രധാനിയായ മാർ ജോസഫ് പാംബ്ലാനിക്ക് അതിരൂപതാ കുടുംബമൊന്നാകെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. ഷെക്യാന ന്യൂസ്, കണ്ണൂർ.